വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷയുടെ 4 താരീഖിൻ്റെ വിഷയത്തിൽ നിന്നുള്ള മോഡൽ ചോദ്യങ്ങളാണ്. സിലബസ് മാറിയതുകൊണ്ട് നമ്മളൊരു പുതിയ മോഡൽ ചോദ്യ പേപ്പർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. എന്നാൽ ഇതുപോലുള്ള വീഡിയോകൾ ഇനി നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ഇടതുഭാഗത്ത് കാണുന്ന കോളത്തിൽ നിന്നും ഇങ്ങോട്ട് എഴുതിയെടുക്കുന്ന പ്രവർത്തനമാണ് കേട്ടോ. 1. രഹസ്യപ്രബോധനം. രഹസ്യപ്രബോധനം നടത്തിയത് എത്ര വർഷമാണ്? താഴെ കാണാം 3 വർഷം. 3 വർഷക്കാലാണ് രഹസ്യപ്രബോധനം നടത്തിയത്. 2. ഒന്നാം അഖബ ഉടമ്പടി നടന്നത്. ഒന്നാം അഖബ ഉടമ്പടി നടന്നത് ഏത് വർഷത്തിലാണ്? ഹിജറ 12-ാം വർഷം കേട്ടോ. ഹിജറ 12-ാം വർഷം. 3. മിഅ്റാജ് യാത്ര. മിഅ്റാജ് യാത്ര നടന്ന വർഷം നുബുവത്തിൻ്റെ 11-ാം വർഷമാണ്. ഇനി 4. ത്വായിഫിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത്. ത്വായിഫിൽ വെച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചതാരാണ്? അദ്ദാസ് അല്ലേ? അദ്ദാസ്. 5. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്. ഏത് സ്വഹാബിയാണ് നബി തങ്ങൾ പറഞ്ഞയച്ചത്? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് മതപ്രബോധനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയച്ചത്. മദീനത്ത് വന്ന കുറച്ച് ആളുകളുടെ കൂടെ നബി തങ്ങൾ അവരെയും പറഞ്ഞയച്ചു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. 6. ത്വായിഫ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നത്. വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു നബിയുടെ കൂടെ. നബി ഒറ്റയ്ക്കല്ല പോയത്. ആരായിരുന്നു? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആണ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് 7. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു ആണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കാം എന്നുള്ളത്. വരി പൂർത്തിയാക്കി കൊടുക്കേണ്ടതാണ്. 1. രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ഡാഷ്. എവിടെ വെച്ചാണ്? രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർഖമിൽ വെച്ചായിരുന്നു. 2. നജാഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം ഡാഷ് സ്വഹാബിയായിട്ടില്ല. 3. പ്രകാശത്തേക്കാൾ വേഗതയുള്ള അത്ഭുത വാഹനമാണ് ഇത് ബുറാഖ്. ഇനി അടുത്തത് 4. മിഅ്റാജ് രാത്രിയാണ് അള്ളാഹു നമുക്ക് 5 വക്ത് നിസ്കാരം ഡാഷ് നിർബന്ധമാക്കിയത്. ഇനി അടുത്ത പ്രവർത്തനമാണ് എണ്ണം എഴുതാം എന്നുള്ളതാണ്. 1. എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ. എണ്ണം എഴുതാം. എത്ര പേരാണ്? ആദ്യം 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് ആദ്യത്തെ ഹിജറയിൽ കേട്ടോ. 2. എത്യോപ്യയിലേക്കുള്ള 2ാം യാത്രയിൽ പോയവർ. അത് 83 പുരുഷന്മാരും 18 സ്ത്രീകളുമാണ് 2ാമത്തെ ഹിജറ പോയത്. ഇനി 3ാമത്തെ ചോദ്യം. ഒന്നാം അഖബ ഉടമ്പടി ചെയ്തവർ എത്ര പേരാണ്? അവർ 12 പേരുണ്ടായിരുന്നു. ഇനി അടുത്ത പ്രവർത്തനമാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങി ഏതു മുതൽ? പരസ്യമായി പ്രബോധനം തുടങ്ങിയത് ഏതു മുതലാണ്? വഅൻദിർ അശീറതകൽ അഖറബീന എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിക്കപ്പെട്ട ശേഷം. 2. നുബുവത്തിൻ്റെ 12-ാം വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് എങ്ങനെ? നുബുവത്തിൻ്റെ 12-ാം വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? അറിയുന്നവർ അതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യാം. 2. ത്വായിഫിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായിരുന്നു എന്ത്?
ത്വായിഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടുന്ന വിദേശികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നത് പതിവായിരുന്നു. ഇനി 4, ത്വായിഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം എത്ര? മക്കയിലേക്കുള്ള ദൂരം എത്രയാണ്? ത്വായിഫിൽ നിന്ന് ഏകദേശം 91 കിലോമീറ്ററാണ്. ഇനി 5, ഇസ്രാ എന്നാൽ എന്ത്? ഇസ്രാ എന്നാൽ എന്താണ്? ഉത്തരം, മസ്ജിദുൽ ഹറമിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി മസ്ജിദുൽ അഖ്സയിലെത്തിയത്. ഈ യാത്രയാണ് ഇസ്രാ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രവർത്തനമാണ് ആര് പറഞ്ഞു? 1, അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. ഇതാര് പറഞ്ഞതാ? ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറഞ്ഞതാണ്. 2, അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ. ഇതാര് പറഞ്ഞതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. 3, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? അതാരാണ്? അബൂലഹബാണ്. 4, ഞങ്ങളത് വിശ്വസിക്കും, കാരണം നിങ്ങളിൽ നിന്നും ഒരു കളവും അനുഭവിച്ചിട്ടില്ല. ഇത് ആരോട് പറഞ്ഞ കാര്യമാണ്? അത് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞതാണ്. ഞങ്ങളത് വിശ്വസിക്കും, കാരണം ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.